Sky Gold, elegance of beauty. UDF സർക്കാരിൻ്റെ അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് UDFൻ്റെ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു ഈ സ്ത്രീകൾക്ക് സൗജന്യമായി KSRTC ബസ്സിൽ യാത്ര ചെയ്യാമെന്ന്. വലിയ ആവേശത്തോടു കൂടിയാണ് സ്ത്രീകൾ സ്വീകരിച്ചതിന് തെളിവാണ് വലിയ ഭൂരിപക്ഷത്തിൽ ഈ UDF ഇവിടെ അധികാരത്തിലെത്തിയതെന്ന് തോന്നുന്നു. ഏതായാലും സംസ്ഥാന തലത്തിൽ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ തലസ്ഥാനത്ത് അതിൻ്റെ ഫ്ലാഗ് ഓഫ് ഒക്കെ നിർവഹിച്ച് ഉദ്ഘാടനം ചെയ്തു. പെരിന്തൽമണ്ണയിൽ പ്രൗഢമായ ചടങ്ങിലായിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ ഉദ്യോഗസ്ഥ മേഖലയിലെ പ്രമുഖരുൾപ്പെടെയുള്ളവർ പങ്കെടുത്ത ചടങ്ങിൽ നജീബ് കാന്തപുരം MLA ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തു, ഫ്ലാഗ് ഓഫ് ചെയ്തു. ഒരുപക്ഷെ സ്ത്രീകൾ കാത്തിരുന്നിട്ടുണ്ടാകും ഇത്രയും വലിയൊരു സ്വപ്നം എന്ന് യാഥാർത്ഥ്യമാവുമെന്നാണ്. അല്ല, നമ്മൾ പലപ്പോഴും കാണാതെ പോകുന്നൊരു യാഥാർത്ഥ്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ ബസ് ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇങ്ങനൊരു പദ്ധതിയെക്കുറിച്ച്, ഇന്ദിരാ ഗ്യാരണ്ടിയെക്കുറിച്ചും ഈ ബസ് യാത്ര സൗജന്യമാക്കുന്നതിനെക്കുറിച്ചും ആലോചിച്ചപ്പോൾ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ മനസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിലെ ഏറ്റവും താഴെക്കിടയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ബസ് യാത്രയിൽ ഇതിൻ്റെ ഗുണഫലം അനുഭവിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ കടകളിൽ നിൽക്കുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും ചെറിയ വരുമാനമുള്ള ആളുകളാണ്. അവർക്കൊരു മാസത്തിൽ 1000 രൂപ സേവ് ചെയ്യാൻ സർക്കാർ സൗകര്യമൊരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കുടുംബ ബജറ്റിനെ താങ്ങി നിർത്തുന്ന ഒരു കാര്യമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഇതിൻ്റെ ഗുണഫലം മുഴുവനും സാധാരണക്കാർക്കാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ സൗകര്യമുള്ള ആളുകൾ കാർ എടുത്ത് പോകും, അത്രയും സൗകര്യം ഇല്ലാത്ത ആളുകൾ സ്കൂട്ടി എടുത്ത് പോകും. അപ്പോൾ നല്ല സർക്കാർ സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആരും ബസ്സിലല്ല പോകുന്നത്. അവർക്ക് സ്കൂട്ടി ഉണ്ട്, കാറുണ്ട്, എല്ലാ സൗകര്യമുണ്ട്. പക്ഷേ നാട്ടിലെ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ ഗുണമാണ്. പ്രത്യേകിച്ച് പെരിന്തൽമണ്ണയിൽ നമ്മളിപ്പോൾ 23 സർവീസുകൾ ഈ ഡിപ്പോയിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യുന്നത് ടൗൺ ടു ടൗൺ ഉൾപ്പെടെയുണ്ട്. അതെല്ലാം സൗജന്യമാണ്. 100-ലേറെ ബസ്സുകൾ ഈ റൂട്ടിൽ സർവീസ് ചെയ്യാണ്. പാലക്കാട് കോഴിക്കോട് റൂട്ടിൽ TT ആയിട്ട് ഓടുന്നുണ്ട്. അപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട ആളുകൾ, ഇപ്പോൾ ജില്ലാ ആസ്പത്രിയിലേക്ക് വരേണ്ട ആളുകൾ, നിങ്ങൾ നോക്കൂ എത്ര രോഗികളാണ്. അവരുടെയൊക്കെ കുടുംബ ബജറ്റിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ വളരെ വലിയൊരു ആശ്വാസമാണിത് ഉണ്ടാക്കുന്നത്. പിന്നെ ആഴ്ചയിൽ 2-3 തവണ പലപ്പോഴും ഡയാലിസിസിന് വരേണ്ട എത്ര രോഗികളായിട്ടുള്ള സ്ത്രീകളുണ്ട്. അവർക്കിത് വലിയ ആശ്വാസമാണ്. അപ്പോൾ ആ നിലയിൽ ഇത് സാധാരണ മനുഷ്യരോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ മുഖമാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. അവർക്കുള്ള ആശ്വാസമാണ് സഫലമാകുന്നത്. ഞങ്ങളതിലേറെ സന്തോഷിക്കും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പല യാത്രക്കാരും ഇങ്ങനെ പറയുകയുണ്ടായി, ഈ വളാഞ്ചേരി റൂട്ടിൽ KSRTC കുറവാണ്, ചില സ്ഥലങ്ങളിൽ KSRTC ഇല്ല. അപ്പോൾ അത്തരം ഒരു കാര്യത്തിൽ UDF ഭരിക്കുന്നു, MLA ആണ്, അത്തരം ഒരു കാര്യത്തിൽ ഗതാഗത മന്ത്രിയെ കണ്ടൊരു തീരുമാനം എടുപ്പിക്കാം. അല്ല, തീർച്ചയായിട്ടും. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാന്യനായ മങ്കട MLAയും കോട്ടക്കൽ MLA ഒക്കെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ചേർന്ന് ആ കാര്യത്തിൽ ഒരുമിച്ച് ബഹുമാന്യനായ മന്ത്രിയെ കണ്ടുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. അതൊരു വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല, പരിഹരിക്കാൻ കഴിയുന്ന കാര്യമായിട്ടേ തോന്നുള്ളൂ. അത് തീർച്ചയായിട്ടും നമുക്കതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അതുപോലെ ഇപ്പോൾ സ്ത്രീകൾ മുഴുവൻ ആവശ്യപ്പെടുന്നത് KSRTC ഓടാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു KSRTC വേണമെന്നുള്ളതാണ്. ആ നിലയിലേക്ക് ഇതിനൊരു ആവേശകരമായ പിന്തുണ വനിതകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വനിതകൾ കാത്തിരുന്ന സംഭവം, അതായത് സൗജന്യമായി യാത്ര ചെയ്യാൻ ബസ്സിലൊക്കെ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്ര എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലക്കാടോ എവിടെയെങ്കിലുമൊക്കെ ഇനി പോകാനായിട്ട് സ്ത്രീകൾക്ക് രാവിലെ ഇറങ്ങാം, എല്ലായിടത്തുമൊക്കെ ഒന്ന് സഞ്ചരിക്കാം. നേരത്തെ MLA പറഞ്ഞ പോലെ ഇനിയൊന്ന് നാട് കാണട്ടെ സ്ത്രീകളല്ലേ, കാശ് മുടക്കാതെ നാട് കാണുക, നാട് കാണലിൽ ഏറ്റവും പ്രധാനം യാത്ര പോവുക. ഏതായാലും ഈ പദ്ധതിയുടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇനി സ്ത്രീകൾ അത് ഏറ്റെടുത്തിരിക്കുന്നു. സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച ഇത്തരം സംഭവങ്ങളിലൂടെ സ്ത്രീകളുടെ മനസ്സിൽ ഇടം നേടി ഈ നജീബ് കാന്തപുരം MLAയും മുഖ്യമന്ത്രിയും UDF ഒക്കെ സ്ഥിരമായി ഇരിപ്പുറപ്പിച്ചാൽ ഒരുപക്ഷെ ഇനി ബാക്കി ഞാൻ പറയുന്നില്ല, സ്ത്രീകൾ തന്നെ നിങ്ങളെ പിന്തുണയ്ക്കാനുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത്. ജബ്ബാർ വേണാട്ട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. നിവ ഗോൾഡ്, ചെർപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.